ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് ഭാര്യ ഭർത്താക്കന്മാർ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഇവിടെ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാൻ സാധിക്കുന്നത് ആ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ഹെൽത്തി ആയിട്ടുള്ള സെമൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. ഹെൽത്തി ആയിട്ടുള്ള സെമൻ നമുക്ക് അവിടെ ജനറേറ്റ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നമുക്ക് എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ആരോഗ്യമുള്ളൊരു സ്പേമിന് ശരീരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം ഫേസ് ചെയ്തിട്ട് എഗ്ഗ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനും എഗ്ഗുമായിട്ട് എളുപ്പത്തിൽ ജോയിൻ ചെയ്യാനുമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. അതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവുലേഷൻ ടൈം പീരീഡിൽ ചെയ്യുന്ന ഫിസിക്കൽ കോണ്ടാക്ട് ആണ്. ഓവുലേഷൻ ടൈം പീരീഡിൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ആ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് എപ്പോഴാണോ അവളുടെ ഓവുലേഷൻ നടക്കുന്നത് അതിനേക്കാളും ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം മുൻപും ദെൻ എക്സാക്ട് ആ ഒരു ഓവുലേഷൻ ഡേറ്റ് ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ദിവസവും കൂടിയായിരിക്കും ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം. ഈ സമയത്താണ് സ്ത്രീ ശരീരത്തിൽ നിന്നും അണ്ഡം പുറത്തേക്ക് വരുന്നത്. ഈ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു സെമനും നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകേണ്ടത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മോർണിംഗിൽ, അതായത് ഏർലി മോർണിംഗിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏർലി മോർണിംഗിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏർലി മോർണിംഗിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പറയുമ്പോൾ 2 മണിക്കോ 3 മണിക്കോ 5 മണിക്കോ ഒന്നും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹസ്ബൻഡ് രാവിലെ എഴുന്നേൽക്കുന്ന സമയം, നിങ്ങൾ രാവിലെ ഒരുമിച്ച് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും. അങ്ങനെ പറയാനായിട്ടുള്ള സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത്, ഒരാള് ഒരു ഉറക്കത്തിൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴേക്കും ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും. ഈ നടക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴേക്കും അത് മറ്റുള്ള ഒരു ഇതും ഇല്ലാതെ, ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പിലോട്ട് പോകുമ്പോഴാണ് നടക്കാറ്. പുരുഷന്റെ സെമനെ സംബന്ധിച്ചിടത്തോളം അത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ അതിന്റെ ക്വാളിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ കൂടുതൽ മോട്ടിലിറ്റി ഉണ്ടാകുന്നതിനും അത് സഹായിക്കുന്നു. ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമേക്ക് നശിച്ച് പുറത്തേക്ക് പോകുന്ന, അതായത് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്ന സെമന്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് മുൻപോട്ടേക്ക് പോയി എഗ്ഗ് വരുന്ന ദിവസം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അത്തരത്തിലുള്ള സെമന് ഉണ്ടാകും. അതിനുശേഷമല്ലാത്ത സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ആ സമയത്ത് ചെയ്യാനായിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. നമ്മളൊരു എന്താ പറയുക, ഒരു കെമിക്കൽസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലോട്ട് നമ്മൾ പോകും. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ട് നമുക്ക് ചുറ്റും, നമ്മുടെ ഭക്ഷണ രീതികളിൽ വരുന്ന വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും ആ ഒരു ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഒരാൾ ടയേർഡായിട്ടാണ് തിരിച്ചു വരുന്നത്, ഒട്ടും ഫ്രഷ് ആയിട്ടല്ല തിരിച്ചു വരുന്നത്. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരുന്നത്. അത്രയും സമയം വരെ നമ്മൾ നിൽക്കുമ്പോഴേക്കും രാവിലെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ചിലപ്പോൾ ഒരു ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടാകാം. ചിലപ്പോൾ ഓവുലേഷൻ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടും വില്ലിങ് ആകാം. ഇതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഏർലി മോർണിംഗിലുള്ള ആ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. എൻവയോൺമെന്റ് ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പുരുഷനും ആ ഒരു ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് സെമന്റെ ക്വാളിറ്റിയും അതിനനുസരിച്ച് ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള സമയങ്ങളിൽ, അതായത് ഫെർട്ടൈൽ ടൈം പീരീഡിൽ വേറെ ഏതെങ്കിലും ദിവസമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എക്സാക്ട് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന ദിവസമെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇരട്ടിയാക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ് നിങ്ങളും ഹസ്ബൻഡും ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് മോർണിംഗ് ടൈമിലാണെങ്കിൽ ഈ ഒരു കാര്യം പോസിബിൾ അല്ല. പക്ഷെ മറ്റുള്ള സമയങ്ങളിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും അതിന് മുൻപായിട്ട് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുതിർത്തിയെടുത്തതിന് ശേഷം ആ കുതിർന്ന വെള്ളവും ഉണക്കമുന്തിരിയും കുടിക്കാൻ ശ്രദ്ധിക്കുന്നത് പ്രത്യേകം നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഉണക്കമുന്തിരിയിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അയൺ, പ്രോട്ടീൻ, കാൽസ്യം, ആന്റി ഓക്സിഡൻസ്, പൊട്ടാസ്യം, ഫൈബർ, അമിനോ ആസിഡ്, സോഡിയം, അങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്ര ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ ഈ ഒരു സമയത്ത് ഇത് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിലുള്ള എല്ലാർജിനിൻ നിങ്ങൾക്ക് ഓവറീസിലോട്ടും യൂട്രസിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല ഹോർമോണുകളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു സമയത്തുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഒക്കെ ഈ ഒരു ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. അത് മാത്രമല്ല പുരുഷന്മാർക്ക് ഒരു 3 മണിക്കൂർ മുൻപ് ഇത് കൊടുക്കാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അവരുടെ സെമന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് മൂലം സെക്സ് ചെയ്യുന്നതിന് 2-3 അവേഴ്സ് മുമ്പ് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെക്സിലെ പെർഫോമൻസ് ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെക്ഷൽ പെർഫോമൻസ് ഓവുലേഷന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവുലേഷൻ ടൈം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡ് തോട്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ കൂടുതൽ ആ പെർഫോമൻസിൽ ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് ആ ഗുണങ്ങൾ ഉണ്ടാകും. ഒന്ന്, പുരുഷന്മാർക്ക് സെക്ഷലി ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോഴേക്കും അവർക്ക് അത്രമാത്രം സ്ത്രീയെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല ഇജാക്കുലേഷൻ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്നതിനും ക്വാളിറ്റിയുള്ള സെമൻ പുറത്തേക്ക് വരുന്നതിനും അത് സഹായിക്കുന്നു. ഇനി സ്ത്രീകൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു പെർഫോമൻസ് പുരുഷന്റെ കൂടുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു ഉണക്കമുന്തിരി വെള്ളം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കും പെർഫോമൻസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ഓർഗാസം പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആകുന്നതിന് അത് സഹായിക്കുന്നു. അതുമാത്രമല്ല സ്ത്രീകളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ലൂബ്രിക്കേഷൻ അടങ്ങിയിട്ടുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ലൂബ്രിക്കന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഒരുപാട് എൻജോയബിൾ ആവുകയും അത് മാത്രമല്ല സ്ത്രീ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷന്റെ സ്പേമിന് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ, അതായത് നല്ലൊരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓർഗാസത്തോടുകൂടിയും ഫോർപ്ലേയോടുകൂടിയും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെർവിക്സും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള മസിൽസും ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതിനും ഈ ഒരു വികാസം അവിടെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സെമന് അകത്തേക്ക് പ്രവേശിച്ചു പോകാനായിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അത് സാധിക്കുന്നു. അപ്പോൾ ഈ 2 ടിപ്സും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഈവനിങ് സമയത്ത് അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉണക്കമുന്തിരി എടുത്ത് കുതിർത്താനായിട്ട്, ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ഒരു ജോലി കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ ഉണക്കമുന്തിരി എടുത്ത് നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണോ അതിനേക്കാളും മുൻപ് നിങ്ങൾ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ടൈം ഗ്യാപ്പ് കൃത്യമായിട്ട് വരുന്നതാണ്. ഒരു 2-3 അവേഴ്സ് മുൻപെങ്കിലും നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഏർലി മോർണിംഗിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ആ സമയത്ത് ഉടനെ തന്നെ എഴുന്നേൽപ്പിച്ച് നമുക്ക് ഈ ഒരു പ്രോസസ്സൊക്കെ നമ്മൾ പറയാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത രീതിക്ക് നമ്മൾ പെർഫോം ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണക്കമുന്തിരി എടുക്കുമ്പോഴേക്കും ഒരുപാട് ഉണക്കമുന്തിരി ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. 3, 4, 5 മാക്സിമം അത്ര എടുത്താൽ മതി. 2 പേരും അത്ര തന്നെ എടുക്കണമെന്നുള്ളതുകൊണ്ട് ടോട്ടലി 10 എണ്ണം എടുത്താൽ മതിയാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.